Welcome to SSLC Maths Revision Classes Part 4 Chapter 3 Arithmetic Sequences and Algebra സമാന്തര ശ്രേണിയും ബീജഗണിതവും. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ് 1, 4, 7, 10 etc. What is the nth term of the sequence? Find the expression for the sum of first n terms of this sequence. Calculate the sum of first 20 terms of this sequence. 1, 4, 7, 10 etc. എന്ന സമാന്തര ശ്രേണി പരിഗണിക്കുക. ശ്രേണിയുടെ n-ാം പദം എന്ത്? ആദ്യത്തെ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം എഴുതുക. ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. നമുക്കതിൻ്റെ എ പാർട്ട് ചെയ്യാം. അതായത് ശ്രേണിയുടെ n-ാം പദം, അതായത് ശ്രേണിയുടെ n-ാം പദം കാണാൻ നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുല xn സമം an+b. എ എന്ന് പറയുന്നത് പൊതുവ്യത്യാസമായ d ആണ്. ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൽ നിന്ന് പൊതുവ്യത്യാസമായ d കുറയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ d കണ്ടുപിടിക്കാൻ രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുക. 4-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 3 കിട്ടും. അല്ലെങ്കിൽ മൂന്നാം പദമായ 7-ൽ നിന്ന് അതിൻ്റെ തൊട്ട് മുമ്പുള്ള രണ്ടാം പദം കുറയ്ക്കുക. അല്ലെങ്കിൽ എത്ര വീതമാണ് കൂട്ടിക്കൂട്ടി പോയിരിക്കുക. 1, 3, 4, 4, 3, 7, 7, 3, 10 അങ്ങനെ വരുമ്പോൾ d എന്ന് പറയുന്നത് 3 ആണ്. ഇനി b എന്ന് പറയുന്നത് f-d. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. 1-ൽ നിന്ന് 3 കുറയ്ക്കുന്നു. അപ്പോൾ ഇവിടെ കുറയ്ക്കുമ്പം 3 കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം -2 1 - 3 എന്ന് പറയുമ്പം 2 ആണ്. -2 വരുന്നു. അപ്പോൾ നമ്മുടെ ജനറൽ ടേം എന്ന് പറയുന്നത് xn സമം എയ്ക്ക് പകരം an+bയിൽ എയുടെ സ്ഥാനത്ത് 3 കൊടുക്കുന്നു. 3n - 2 എന്ന് കിട്ടുന്നു. അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും ചെയ്യാം. xn സമം ആദ്യ പദം പ്ലസ് n-1 പൊതുവ്യത്യാസം. അതായത് ആദ്യ പദം 1 1 + n-1 ഇൻറ്റു പൊതുവ്യത്യാസമായ 3. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. 3n - 3 1 × 3 3. അപ്പോൾ 1 - 3 - 2 3n - 2. ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മിന് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറഞ്ഞാൽ pn² + qn ആണ്. പിയുടെ വാല്യൂ d/2, ക്യൂവിൻ്റെ വാല്യൂ ഫസ്റ്റ് ടേം മൈനസ് d/2. അപ്പോൾ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3/2, d എന്ന് പറയുന്നത് 3 ആണ്. q എന്ന് പറയുന്നത് 1 - 3/2. 2 × 1 2, 2 - 3 എന്ന് പറയുമ്പോൾ -1/2. Sn എന്ന് പറയുന്നത് 3/2 n² - 1/2 n. അതായത് pn², പിയുടെ സ്ഥാനത്ത് 3/2 പ്ലസ് qn, ക്യൂവിൻ്റെ സ്ഥാനത്ത് -1/2. അല്ലെങ്കിൽ Sn ഇങ്ങനെയും കണ്ടുപിടിക്കാം. അതായത് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് nth ടേം. ഫസ്റ്റ് ടേം 1 ആണ്. nth ടേം 3n - 2 ആണ്. അപ്പോൾ n/2 ഇൻറ്റു 3n ഇവിടെ എഴുതി. 1 - 2 എന്ന് പറയുമ്പോൾ -1 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3n × n 3n²/2 -1 × n/2 -n/2. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ n ടേംസിൻ്റെ തുക എന്ന് പറയുന്നത് 3/2 n² - n/2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് 20 ടേംസിൻ്റെ തുക എന്ന് പറയുമ്പോൾ S20 = n-ൻ്റെ സ്ഥാനത്ത് 20 എന്നിട്ട് കൊടുക്കുക. 3 × 20²/2 -20/2. 20² എന്ന് പറയുമ്പോൾ 20 × 20 ആണ്. അപ്പോൾ താഴത്തെ 2 ആയിട്ട് ഒരു 20 വെട്ടിപ്പോകുമ്പോൾ 10 എന്ന് കിട്ടുന്നു. 20 × 10 × 3 അത് 600 എന്ന് കിട്ടുന്നു. പിന്നെ -20/2 എന്ന് പറയുന്നത് 10 ആണ്. -10. അപ്പോൾ ആൻസർ 590 എന്ന് കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 6, 10, 14 etc. എന്ന സമാന്തര ശ്രേണി പരിഗണിക്കുക. ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്താണ്? ആദ്യത്തെ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. ശ്രേണിയിലെ കുറച്ച് പദങ്ങളുടെ തുക 1225 ആകുമോ? അത് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ് 6, 10, 14 etc. What is the common difference of the sequence? Find the sum of first n terms of the sequence. Can sum of some terms of the sequence is 1225. How do you know this? ഇത് ചെയ്യാം. അതായത് 6, 10, 14 അല്ലേ?
അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. 10ൽ നിന്ന് 6 പോയാൽ 4. അപ്പോൾ 10 - 6 = 4. ഇനി സം ഓഫ് ദി n ടേംസ്, അതായത് ആദ്യത്തെ n പദങ്ങളുടെ തുക. Sn = Pn² + Qn എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് ചെയ്യാം. P എന്ന് പറയുമ്പോൾ d/2 ആണ്. Q എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം മൈനസ് d/2 ആണ്. പിയുടെ വാല്യൂ d എന്ന് പറയുന്നത് 4 ആണ്. 4/2 2. Qൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 6 ആണ്. 6 - 2 = 4. അപ്പോൾ നമ്മുടെ സം കിട്ടി. Sn = Pn² + Qn 2n² + 4n. ഇനി ഇതിൻ്റെ സി പാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ 1225 കുറച്ച് പദങ്ങളുടെ തുകയാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം ഈ സീക്വൻസിലുള്ള എല്ലാം ഈവൻ നമ്പേഴ്സ്, അതായത് ഇരട്ട സംഖ്യകളാണ്. 6, 10, 14 ഒന്നും ഒറ്റ സംഖ്യകളില്ല. ഈ ഇരട്ട സംഖ്യകളുടെ തുക എപ്പോഴും ഇരട്ട സംഖ്യ വരുള്ളൂ. 6ഉം 10ഉം കൂട്ടിയാൽ 16, 16ഉം 14ഉം കൂട്ടിയാൽ 30. ഈ ഇരട്ട സംഖ്യകളുടെ തുക എപ്പോഴും ഇരട്ട സംഖ്യ ആയിരിക്കും. അതായത് സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഈസ് ഓൾവേസ് ആൻ ഈവൻ നമ്പർ. അതുകൊണ്ട് ഇത് 1225 എന്ന് പറയുന്നത് ഓഡ് നമ്പർ, അതായത് ഒറ്റ സംഖ്യയാണ്. അതൊരിക്കലും ഈ ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് വരികയില്ല. അതായത് ശ്രേണിയിലെ എല്ലാ പദങ്ങളും ഇരട്ട സംഖ്യകളാണ്. ഇരട്ട സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യ ആകില്ല. അതിനാൽ 1225 ശ്രേണിയിലെ പദങ്ങളുടെ തുക ആകില്ല. All terms of the given sequence are even numbers. Sum of even numbers cannot be an odd number. So 1225 cannot be the sum.